ഇതൊക്കെ പറഞ്ഞു മൗലവിമാർ പറയുന്നത് എന്താ? സുന്നികൾ മുശ്രിക്കാണ്. എന്നിട്ട് പറയുന്നത് ആരോപണം നമ്മളെ പേരിൽ. അതാണ് വലിയ സങ്കടം. നല്ല മനുഷ്യന്മാര് ചീത്തയിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞില്ലേ? ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങളിൽ നിന്ന് നല്ല മനുഷ്യന്മാര് മുക്തരാകുകയോ. നമ്മൾ മുസ്ലിമീങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ് പോയി. ഇനി അതാണ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. കേട്ടോളൂ. എന്താ പ്രസംഗിക്കുന്നത് എന്നറിയോ? പ്രസംഗിക്കുന്നത് ഹജ്ജിന് പോയിട്ട് അപകടം ഉണ്ടായില്ലേ? എന്നാൽ അവിടെ ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത് അവിടെ പോകുന്നൊക്കെ അബൂജഹലുകളാണ്, അതൊക്കെ മുശ്രിക്കീങ്ങളാണ്. അവിടെ മുശ്രിക്കീങ്ങളല്ലാത്തവര് ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം ഉണ്ടാവും, ബാക്കി തീർത്തും ഔട്ടാണ്. അതുകൊണ്ടാണ് ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത്. ഹജ്ജിന് പോലെയുള്ള മുശ്രിക്കീങ്ങളാണ്. ഒരു 5 ലക്ഷം ഡോളർ മുജാഹിദീങ്ങൾ, ബാക്കി മുഴുവനും മുശ്രിക്കീങ്ങൾ. കേട്ടോളി, നിങ്ങൾ നേരെ കേട്ടോളി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാൻ. ഹിലായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം ഇത് അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്തുണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യരോട് ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. അപ്പോ നിങ്ങൾ ഈ കൊണ്ടോട്ടിയിൽ കുറെ ആള് ഹജ്ജിന് പോയി, എയർപോർട്ടിൽ നിന്നും സർക്കാരിന്റെ ചെലവിനും ഒക്കെ പോയത് എവിടേക്കാ? ആദ്യം തന്നെ മദീനത്തേക്ക് പോയിട്ടാണ് ഹജ്ജിന് പോയത്. അവിടെ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കാത്ത മുസ്ലിം ഉണ്ടാവൂ? എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, പറയണം.